മോൻ ചത്താലും വേണ്ടില്ല, മരുമകളുടെ കണ്ണീരു കണ്ടാൽ മതിയെന്നൊരു പഴമൊഴിയുണ്ട്. അതുപോലെയാണ് ചിലരുടെ നിലപാടും. മിടുക്കനായ മന്ത്രിയെന്നും ജനകീയനായ MLA എന്നും പേരെടുത്തയാളാണ് KB ഗണേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ വായടപ്പിച്ചിരിക്കുകയാണിപ്പോൾ. ശമ്പളമില്ലാതെ പട്ടിണി കിടന്നാലും വേണ്ടില്ല, മന്ത്രിയുടെ വായടപ്പിച്ചാൽ മതിയെന്ന മനോഭാവം. അതിൽ തൽപര കക്ഷികൾ വിജയിക്കുകയും ചെയ്തു. കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നവരുടെ നാട്ടിൽ KSRTCയെ രക്ഷിക്കാനിറങ്ങിയ മന്ത്രിയെ മൂലക്കിരുത്തിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മന്ത്രി പദവി ഏറ്റെടുത്തതു മുതൽ ഗണേഷിന്റെ പ്രസ്താവനകളെല്ലാം ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ടാക്കിയെന്നു വേണം കരുതാൻ. ഒരു ഘട്ടത്തിൽ സ്ഥാനമൊഴിഞ്ഞ ഗതാഗത മന്ത്രി ആന്റണി രാജു പോലും വിശദീകരണവുമായി എത്തി. ഏറ്റവും ഒടുവിൽ KSRTC ഏറെ കൊട്ടിയാഘോഷിച്ചു നടപ്പിലാക്കുന്ന ബസ്സുകൾ വേണ്ടെന്ന നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിച്ചത്. ഇതാണ് മന്ത്രിയെ കുഴപ്പത്തിൽ ചാടിച്ചത്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടുകളായി. ഇലക്ട്രിക് ബസ്സുകളെക്കുറിച്ച് ABCD അറിയാത്തവർ പോലും വിദഗ്ധാഭിപ്രായം പറഞ്ഞു. KSRTC രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല, മന്ത്രിയെ വെള്ളം കുടിപ്പിച്ചാൽ മതി എന്ന മനോഭാവം. മന്ത്രിക്ക് ഇടതുമുന്നണിയിൽ പിന്തുണ ലഭിച്ചില്ല. ബസ്സുകൾ വേണമെന്ന CPM നിലപാടിൽ പാർട്ടിയും ഉറച്ചുനിന്നു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഗണേഷ് കുമാറിനെ തള്ളിപ്പറഞ്ഞു. ഇതോടെ മന്ത്രി ഒറ്റപ്പെട്ടു. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലല്ലെന്നാണ് KSRTCയുടെ കണക്കുകൾ. 2023 ഏപ്രിലിലാണ് 50 ബസ്സുകൾ സർവീസ് ആരംഭിച്ചത്. ഓഗസ്റ്റിൽ 107 ബസ്സുകളായി. നിലവിൽ കേരളത്തിൽ തിരുവനന്തപുരം നഗരത്തിലാണ് ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഇലക്ട്രിക് ബസ്സുകൾ സംബന്ധിച്ച വിവാദത്തിലും ബസ്സുകളുടെ ലാഭക്കണക്ക് പുറത്തുവന്നതിലും ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇതിൽ മന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടുന്നതിന് മുൻപ് മാധ്യമങ്ങളിൽ ലാഭത്തിന്റെ കണക്കുകൾ വന്നതിനെ സംബന്ധിച്ച് KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ബിജു പ്രഭാകറിനോട് വിശദീകരണവും മന്ത്രി തേടി. ഞാൻ പറയുന്നത് സത്യമെന്ന് ദൈവത്തിന് മുന്നിൽ തെളിയും. ആരെയും ദ്രോഹിക്കാറില്ല. എന്നെ ദ്രോഹിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട്. ഇനിയൊരു തീരുമാനം എടുക്കില്ല. പറയാനുള്ളത് ഉദ്യോഗസ്ഥർ പറയും എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നാൽ മന്ത്രിയെ അനുകൂലിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന ചില പോസ്റ്റുകൾ ശ്രദ്ധേയമായി. മന്ത്രി ഗണേശന് ബോധമുണ്ടെന്നും 4 ബസിന്റെ പണം കൊടുത്തു വാങ്ങുന്ന ഇലക്ട്രിക് ബസ് എത്ര ഓടിയാലും സാമ്പത്തികമായി ലാഭമുണ്ടാകില്ല എന്നുമാണ് വിദഗ്ധർ പറയുന്നത്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ടെക്നോളജി ഇനിയും ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. 1,00,000 കിലോമീറ്റർ ഓടുമ്പോഴേക്കും വാഹനത്തിന്റെ ബാറ്ററി പോകും. ബസിന്റെ വിലയുടെ പകുതി ബാറ്ററിക്കാണ്. 4 ഡീസൽ ബസിന്റെ വില കൊടുത്തു വാങ്ങിയ ബസ്സിന് പുതിയ ബാറ്ററി വെക്കാൻ വീണ്ടും 2 പുതിയ ബസിന്റെ വിലയാകും. ബാറ്ററി ഇല്ലെങ്കിൽ ഇലക്ട്രിക് ബസ്സും കാറും എല്ലാം വെറും ആക്രിയാണ്. ചാർജ് ഇല്ലാതെ വഴിയിൽ കിടക്കൽ പോലുള്ള പ്രശ്നങ്ങൾ വേറെ. ശ്രദ്ധേയമായൊരു സോഷ്യൽ മീഡിയ കുറിപ്പ് ഇങ്ങനെയാണ്: ഗണേശിനെതിരെ വാളെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. കാള പെറ്റൂന്ന് കേട്ട് കയറെടുക്കണോ? കെടുകാര്യസ്ഥതയും ബോധമില്ലായ്മയും ധൂർത്തും നമ്മുടെ സംസ്ഥാനത്തെ വൻ പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത്. വിവാദങ്ങളല്ല, മികച്ച തീരുമാനങ്ങളാണ് വേണ്ടത്. മന്ത്രിക്കെതിരെ വാളെടുക്കുന്നവർ അത് ഓർക്കണം.